തിരുവനന്തപുരം DCC പ്രസിഡന്റ് താൽക്കാലിക ചുമതല എൻ ശക്തന്. സംസ്ഥാനത്ത് മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്ന് തുറന്നു പറച്ചിൽ. തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന പാലോട് രവി രാജിവെച്ച ഒഴിവിലാണ് പകരം ചുമതല. പുനഃസംഘടനയിൽ പുതിയ DCC അധ്യക്ഷനെ പ്രഖ്യാപിക്കും. വിവരങ്ങളുമായി നിർബൻ ചക്രവർത്തി ചേരുകയാണ്. നിർബൻ, അങ്ങനെ എന്തായാലും വളരെ പെട്ടെന്ന് തന്നെ രാജിയും ഇപ്പോൾ പുതിയ പ്രസിഡന്റും അധ്യക്ഷനും എത്തിയിരിക്കുകയാണ്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? ഇതിലിപ്പോൾ നമുക്ക് കിട്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം എന്ന് പറയുന്നത് തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല എൻ ശക്തന് നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് മൂന്നാമതും LDF അധികാരത്തിലെത്തുമെന്ന തുറന്നു പറച്ചിലാണ് തിരുവനന്തപുരം DCC പ്രസിഡന്റായിരുന്ന പാലോട് രവിക്ക് രാജിവെക്കേണ്ടി വന്നത്. ആ രാജിവെച്ച ഒഴിവിലാണ് ഇപ്പോൾ പകരം ചുമതല ശക്തന് ലഭിച്ചിരിക്കുന്നത്. പുനഃസംഘടനയിൽ പുതിയ DCC അധ്യക്ഷനെ പ്രഖ്യാപിക്കുമെന്ന വിവരമാണ് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസമായിരുന്നു, അതായത് ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു പാലോട് രവി നടത്തിയ ഒരു ഓഡിയോ സന്ദേശം എല്ലായിടത്തേക്കും പ്രചരിക്കുന്നത്. ആ ഓഡിയോ സന്ദേശത്തിനെ തുടർന്ന് രാജി എഴുതി വാങ്ങുകയായിരുന്നു. ഇപ്പോഴിതാ പുതിയ ചുമതല ശക്തന് ലഭിച്ചിരിക്കുന്നു. താൽക്കാലിക ചുമതലയാണ് ശക്തന് ലഭിച്ചിരിക്കുന്നത്. നിർബനുണ്ട് വിശദാംശങ്ങളുമായി. നിർബൻ, തുടരും. സിന്ധൂരി, കഴിഞ്ഞ ദിവസം ഈ ഓഡിയോ പുറത്തു വന്നത് വലിയ തരത്തിൽ വിവാദമായിരുന്നു. മാത്രമല്ല കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അത് വലിയ ക്ഷീണമായി മാറി എന്ന് തന്നെയാണ് നേതൃത്വം വിലയിരുത്തിയത്. കാരണം അടുത്തൊരു തുടർഭരണം വീണ്ടും LDF മുന്നണി വരാനാണ് പൂർണ്ണമായ സാധ്യത. ഒപ്പം തന്നെ BJPയുടെ മുന്നേറ്റം, കോൺഗ്രസ് പൂർണ്ണമായി പിന്നോട്ട് പോകും എന്നതായിരുന്നു DCC അധ്യക്ഷനായിട്ടുള്ള പാലോട് രവി പറഞ്ഞത്. ആ ഓഡിയോ സംഭാഷണം ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് നടത്തിയ ഓഡിയോ സംഭാഷണം പുറത്തു വന്നതോടുകൂടി നേതാക്കൾ അക്ഷരാർത്ഥത്തിൽ വെട്ടിലായി. അങ്ങനെയാണ് വൈകിട്ടോടുകൂടി പാലോട് രവിയിൽ നിന്ന് രാജി എഴുതി വാങ്ങുന്നത്. ഈ രാജി എഴുതി വാങ്ങി സംഘടനാ നടപടി ഒഴിവാക്കി ഈ വിഷയം അവസാനിപ്പിക്കാനായിരുന്നു നീക്കം. അതിൻ്റെ ഭാഗമായി പുതിയ DCC അധ്യക്ഷൻ്റെ ചുമതല എൻ ശക്തൻ, പഴയ സ്പീക്കറും നിലവിലെ KPCCയുടെ ഭാരവാഹിയൊക്കെ ആയിട്ടുള്ള എൻ ശക്തനാണ് പകരം ചുമതല നൽകിയിട്ടുള്ളത്. ഈ ചുമതല എന്ന് പറയുന്നത് ഉടൻ തന്നെ സംഘടനാ പുനഃസംഘടന അടുത്ത മാസം ആദ്യ വാരത്തോടെ തന്നെ സംഘടനാ പുനഃസംഘടന ഉണ്ടാവും. അവിടെ DCC അധ്യക്ഷന്മാർക്ക് മാറ്റം ഉണ്ടാവും. കുറഞ്ഞത് 7-8 DCC അധ്യക്ഷന്മാരെ എങ്കിലും മാറ്റും എന്നതാണ് നിലവിൽ അറിയുന്നത്. അതിൽ തിരുവനന്തപുരത്ത് നിലവിലുള്ള സാഹചര്യത്തിൽ DCC അധ്യക്ഷനെ മാറ്റാനാണ് പുതിയ DCC അധ്യക്ഷൻ വരും. അതുവരെ എൻ ശക്തന് ചുമതല നൽകിയിട്ടുള്ളതാണ്. അതുകൊണ്ട് മുതിർന്ന ഒരു നേതാവ് എന്ന നിലയിലാണ് എൻ ശക്തന് തൽക്കാലം ചുമതല നൽകിയിട്ടുള്ളത്. കാരണം മറ്റ് എല്ലാവർക്കും വലിയ തരത്തിൽ എതിർപ്പില്ല. മറ്റേ ആരെങ്കിലും പേര് വെക്കുകയാണെങ്കിൽ അയാൾ തന്നെ വീണ്ടും DCC അധ്യക്ഷനായി തുടരാനുള്ള സാധ്യത വരും. അതുകൊണ്ട് മറ്റാരെ ഈ ഘട്ടത്തിൽ പരിഗണിക്കാതെ മുതിർന്ന നേതാവ് എന്ന നിലയിൽ എൻ ശക്തനെ ഇപ്പോൾ താൽക്കാലിക ചുമതല നൽകി തീരുമാനിച്ചിട്ടുണ്ട്. ഇനി പുനഃസംഘടന വന്ന് പുതിയ അധ്യക്ഷന്മാരുടെ ലിസ്റ്റ് വരുമ്പോൾ തലസ്ഥാനത്തും തിരുവനന്തപുരം DCCയിലും പുതിയ DCC അധ്യക്ഷനെ തീരുമാനിക്കും. പല പേരുകൾ പരിഗണിക്കുന്നുണ്ട്. ആ പേരുകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ്. അപ്പോൾ നിലവിലെ വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ തിരുവനന്തപുരത്ത് പുതിയ DCC അധ്യക്ഷൻ ഉടൻ ഉണ്ടാകുമെന്ന് തന്നെയാണ് നേതൃത്വം പറയുന്നത്. സിന്ധൂരി, അതായത് നിർബൻ, ഈ ഒരു പ്രശ്നം അവർ പരിഹരിച്ചു, അതായത് പുതിയൊരു അധ്യക്ഷനെ നൽകുവാനുള്ള തീരുമാനമായിട്ടുണ്ട്. എന്നാൽ പാലോട് രവി ഉന്നയിച്ച പ്രശ്നങ്ങൾക്ക് ഒരു തീരുമാനം ഉണ്ടാക്കാനോ അതിൻ്റെ വസ്തുതകൾ പരിശോധിക്കുവാനോ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകുന്നില്ല എന്ന് തന്നെയല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്? അദ്ദേഹം പറഞ്ഞത് യാഥാർത്ഥ്യം മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുവാനോ, അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പ്രവർത്തകർ തന്നെ ഈ വിഷയങ്ങൾ ഉന്നയിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ പൂർണ്ണമായും മറന്നുകൊണ്ടുള്ളൊരു സമീപനമല്ലേ കോൺഗ്രസ് നേതൃത്വം സ്വീകരിക്കുന്നത്? തീർച്ചയായും സിന്ധൂരി, പാലോട് രവി മുതിർന്ന കോൺഗ്രസ് നേതാവാണ്. മുൻപ് തലസ്ഥാനത്ത് MLA ഒക്കെ ആയിരുന്നു. അത്രയേറെ പരിചയസമ്പന്നനായിട്ടുള്ള നേതാവാണ്. അങ്ങനെ ഒരു നേതാവ് തലസ്ഥാനത്ത് DCC അധ്യക്ഷനായി തുടർന്ന് ഇത്രയും കാലം ഇരുന്ന ശേഷമാണ് ജില്ലയിലെ പാർട്ടിയുടെ കോൺഗ്രസിൻ്റെ സ്ഥിതി, സംസ്ഥാനത്തെ കോൺഗ്രസിൻ്റെ സ്ഥിതി എത്ര ദയനീയമാണ് എന്ന കാര്യം അദ്ദേഹം തുറന്ന് സമ്മതിക്കുന്നത്. അത് ബ്ലോക്ക് ജനറൽ സെക്രട്ടറിയോട് അദ്ദേഹം പറയുന്നതാണ്. പല യോഗങ്ങളിലും നമ്മൾ അന്വേഷിച്ച് നോക്കിയപ്പോൾ പല പ്രവർത്തകരെ വിളിച്ചു ചേർക്കുന്ന യോഗങ്ങളിലും അദ്ദേഹം ഇക്കാര്യം തുറന്ന് പറയാറുണ്ട്. പക്ഷേ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിൻ്റെ ഓഡിയോ സംഭാഷണം പുറത്തു വരുന്നത്. അങ്ങനെയാണ് പുറത്ത് ഈ വിവരങ്ങൾ അറിയുകയും വലിയ തരത്തിൽ വിവാദങ്ങളിലേക്ക് പോകാനുള്ള കാരണം. പക്ഷേ വിവാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ സിന്ധൂരി ചോദിച്ചതുപോലെ എന്താണ് പാലോട് രവി പറഞ്ഞത്? അത് നിലവിൽ കേരളത്തിലെ കോൺഗ്രസിൻ്റെ അവസ്ഥയാണ്. മറിച്ച് ഈ ദുർബലമായ കോൺഗ്രസിൻ്റെ സാഹചര്യം പൂർണ്ണമായി മുതലെടുക്കാൻ സാധ്യതയുള്ളത് BJPക്കാണ്. BJP കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ 60 മണ്ഡലങ്ങളിൽ കോൺഗ്രസിൻ്റെ വോട്ട് BJPയിലേക്ക് മറിഞ്ഞിട്ടുണ്ട്. അത് എൻ്റെ തനിയാവർത്തനം ഇനി അടുത്ത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകും എന്ന സൂചനയാണ്. അത് തലസ്ഥാനത്തെ 2 പാർലമെൻറ്റ് സീറ്റിലും കോൺഗ്രസ് ആണ് വിജയിച്ചെങ്കിലും ആറ്റിങ്ങലിലും തിരുവനന്തപുരം പാർലമെൻറ്റ് മണ്ഡലത്തിലും കോൺഗ്രസിൻ്റെ വോട്ടുകൾ ചോർന്നിട്ടുണ്ട്. പല വോട്ടുകളും ചോർന്നതിൻ്റെ ഭാഗമായി BJPക്ക് വലിയ തരത്തിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം കൂടി കണക്കാക്കിയാണ് പ്രത്യേകിച്ച് ആറ്റിങ്ങൽ മണ്ഡലത്തിൽ V മുരളീധരൻ ഉണ്ടാക്കിയ മുന്നേറ്റം അത് കോൺഗ്രസ് ഗൗരവമായി കാണുന്നുണ്ട്. അത് പലതരത്തിലുള്ള പ്രവർത്തകരുടെ കൺവെൻഷനിലും യോഗങ്ങളിലും ഒക്കെ തന്നെ DCCയിലെ നേതാക്കൾ ഇക്കാര്യം ഉന്നയിച്ചതാണ്. അടൂർ പ്രകാശും ഇക്കാര്യം പല വേദികളിലും പറഞ്ഞിട്ടുമുണ്ട്. ഇതിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ പാലോട്
പാലോട് രവി പറഞ്ഞ കാര്യങ്ങൾ വസ്തുതയാണ്, അത് കോൺഗ്രസ് നേതാക്കൾ അംഗീകരിക്കുന്നുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഓഡിയോ സംഭാഷണം തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ വക്കിൽ നിൽക്കുന്ന ഘട്ടത്തിൽ പുറത്തു വന്നത് കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം വലിയ ക്ഷീണമായി മാറി. എന്ത് പറഞ്ഞ് വിശദീകരിച്ചിരുന്നാലും കോൺഗ്രസിന്റെ ദുർബലാവസ്ഥയാണ് പാലോട് രവി പറഞ്ഞത്. മാത്രമല്ല LDF സർക്കാർ മൂന്നാമതും അധികാരത്തിൽ വരും, അതിനുള്ള സാഹചര്യമാണ് കേരളത്തിലുള്ളത് എന്ന് മുതിർന്ന നേതാവ് പാലോട് രവി പറയുകയും ആ ഓഡിയോ പുറത്തു വരികയും ചെയ്തത് കോൺഗ്രസ് പ്രവർത്തകരുടെ ആത്മവിശ്വാസം കെടുത്തുകയും ജനങ്ങൾക്ക് ഇത് പൂർണ്ണമായി ബോധ്യമാവുന്ന അവസ്ഥയിലേക്ക് മാറിയിട്ടുമുണ്ട്. അതുകൊണ്ട് നടപടികളിൽ ഇത് അവസാനിപ്പിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരുന്നാലും പക്ഷേ ജനങ്ങൾ ഇത് പൂർണ്ണമായി ചർച്ച ചെയ്യുന്നുണ്ട്. അതിന്റെ പ്രതിരോധത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ്. ശരി, എന്തായാലും തിരുവനന്തപുരം DCC പ്രസിഡന്റിന്റെ താൽക്കാലിക ചുമതല N ശക്തന് നൽകിയിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിൽ പുതിയ പ്രസിഡന്റിനെ പുനഃസംഘടനയിൽ പ്രഖ്യാപിക്കുമെന്നൊരു വിവരമാണ് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നത്. നിർബൻ ചക്രവർത്തിയാണ് വിശദാംശങ്ങൾ നൽകിയത്.